ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരുകയാണ്. ഈ ഈശോ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നിൻ്റെ ജീവിതത്തെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 24-ാം തിരുവചനം ഇങ്ങനെയാണ് പറയുക: എന്നാൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല. ഈശോ പറയാണ്, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല. ഈശോ സ്വന്തം നാട്ടിലേക്ക്, സ്വന്തം സിനഗോഗിലേക്ക് വന്നു. ഈശോ പ്രസംഗിക്കുവാനായിട്ട് തുടങ്ങി. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം കിട്ടി, അത് വായിച്ചു. അതിനുശേഷം പറഞ്ഞു, നിങ്ങൾ കേട്ടത് നിങ്ങളുടെ മുമ്പിൽ തന്നെ ഇപ്പോൾ തന്നെ നിറവേറിയിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ അതിനുശേഷം അവർക്ക് ഇടർച്ച തോന്നുകയാണ്. ഇവനാരും, ഇവനെ ഞങ്ങൾ അറിയില്ലോ, ഇവനെ തച്ചൻ്റെ മകനല്ലേ, ഇവനെ സഹോദരങ്ങളൊക്കെ നമ്മുടെ കൂടെയില്ലേ. ഈശോലെ ഇടർച്ച തോന്നും. അവിടെ ഈശോ പറയാം, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ വിലമതിക്കപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ്? തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് മാത്രം വ്യക്തികളെ വിലയിരുത്തുമ്പോഴാണ്. ഒരു വ്യക്തിയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഓർക്കണം, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ട്, നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങളുണ്ട്. എനിക്ക് പരിചിതമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് എപ്പോഴും ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെ വിലയിരുത്തുവാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് തെറ്റിപ്പോകും. എപ്പോഴും വ്യക്തികൾക്ക്, പ്രസ്ഥാനങ്ങൾക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഇന്ന് നീ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിൻ്റെ വിലയിരുത്തലുകൾ, നിൻ്റെ വിധിക്കലുകൾ എപ്രകാരമാണെന്നാണ്. നീ കാണുന്ന അല്ലെങ്കിൽ നിനക്കുള്ള അറിവ്, പരിമിതമായിട്ട് അറിവ് വെച്ചാണോ നീ വ്യക്തികളൊക്കെ വിധിക്കുക? നോമ്പുകാലമാണ്. ഹൃദയത്തെ വിശാലമാക്കാനുള്ള ഒരു കാലമാണ്. ഹൃദയത്തെ വിശാലമാക്കുക എന്ന് പറഞ്ഞാൽ നിന്നിൽ നിന്ന് സ്നേഹവും കാരുണ്യവും ഒക്കെ അണപൊട്ടി ഒഴുകണം എന്നുള്ളതാണ്. ആ സ്നേഹത്തിലെ കാരുണ്യത്തിലെ ചരിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ വിധിക്കലുകൾക്ക് പകരം സ്നേഹവും കാരുണ്യവും ഒഴുക്കുവാനായിട്ട് സഹായിക്കണം. ഇന്നത്തെ ദിവസത്തേക്ക് വേണ്ടത് എല്ലാ കൃപകളും നന്മകളും സംരക്ഷണം നൽകണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം.